നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്ന പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന പരിപാടിയുടെ പുതിയ ഒരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു പരിപാടിയാണിത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആരും പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയതായി പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ക് ലൈസ് പൊളൈറ്റിക്സ്. ഈ മൂന്ന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലാംഗ്വേജിലെ വേർഡ്സിനെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ സുപ്രധാനമായൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇങ്ക് ലൈസ്. ഇംഗ്ലീഷ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതിന് കൃത്യമായി നമുക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ ഇങ്ക് എന്ന് വരും. LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷനും LIE എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷനും ഒരുപോലെയാണ് വരിക. ലൈ എന്നാണ് വരിക. ഇങ്ക് ലൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ക് അസത്യം പുലമ്പുന്നു എന്നർത്ഥം. ഇങ്ക് ലൈസ്. ലൈസ് നമ്മളോട് പറഞ്ഞു ഇവർ ഇടക്കേഷനിലൂടെ തലകേറ്റി വെച്ചിട്ടുള്ളത് അസത്യം എന്നാണ്. നുണകൾ, അസത്യം, പുലയാട്ടുകൾ, ഇതൊക്കെയാണ്. പിന്നെ പൊളൈറ്റിക്സ്, POLI. I വന്നു കഴിഞ്ഞാൽ ഐനും IEക്കും ഒരേ പ്രൊനൗൺസിയേഷനാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ പൊളൈറ്റിക്സ് എന്നാണ് അതിൻ്റെ ശരിക്ക് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലാംഗ്വേജിലെ പ്രൊനൗൺസിയേഷൻ വരേണ്ടത്. അതിനെക്കുറിച്ചാണ്, അതിനനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന, ഭാരതീയർ അനുഭവിക്കുന്ന 1950 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതൽ ഭാരതീയർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ലോസ് നിയമമല്ല, ലോസ്, അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സിന് സമമായ അർത്ഥതലത്തിൽ ഒരു പദം ഭാരതീയ ഭാഷകളിലില്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ആണ്, അതിന് അർത്ഥമില്ലാത്തതിനാൽ അതിനെ പുലയാട്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അർത്ഥമുള്ളതാണ് പുലയാട്ട അല്ലാത്തത്. അപ്പോൾ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡിന് അർത്ഥമില്ല. അപ്പോൾ ഈ അർത്ഥമില്ലാത്ത പുലയാട്ടുകൾ വെച്ചിട്ടുള്ള കളിയാണ്, തെമ്മാടിത്തമാണ് 1950 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതൽ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. കോൺ എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, വഞ്ചന, ചതി. ഹീസ് എ കോൺ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു വഞ്ചകനാണ്, കൊലപാതകനാണ്, ഭീകരനാണെന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് കോൺ എന്ന് പറഞ്ഞത്. CON, കോൺ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് എന്ന് അവരെന്നെ പറയുന്നത്. നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിയോളൂ. അങ്ങനെ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1950 നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയല്ല, ഭരിക്കാനുള്ള ഘടനയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂഷനോ അതുപോലെ എന്തോ ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1935 ബ്രിട്ടീഷ് ഇന്ത്യ ആക്റ്റാണ്. അതിനെ ചട്ടിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭരണഘടന ഒന്നുമല്ല, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് എന്ന ഭാരതത്തിൽ 1%, അതായത് 145 കോടി 146 കോടിയിൽ 1% കുറവ് അറിയുന്ന, അത് സംസാരിക്കുന്നതല്ല, മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ഈ 1% ഒഴിച്ച് 99% കൂടുതൽ ആളുകൾക്ക് അറിയാത്ത എന്തോ ഒരു പുലയാട്ടിൽ ഇവിടെ എന്തെങ്കിലും എഴുതി വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നത്, ആർക്കെന്ത് മനസ്സിലാവാനാണ്? അപ്പോൾ 1935 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ ബ്രിട്ടീഷുകാര് എന്ന് പറയുന്ന ഇംഗ്ലൈസ് കള്ളന്മാര് ഇവിടെ ഭാരതീയരെ കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട് അഥവാ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ തലയിൽ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തു വെച്ചിട്ടുള്ളത്.
ഇതെല്ലാവർക്കും അറിയാലോ. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇത് മേടിച്ച് നോക്ക്, അതിൻ്റെ ഒരു ബുക്ക് മേടിച്ച് നോക്ക്. ആ ബുക്കിൻ്റെ ആദ്യം എഴുതിയിട്ടുണ്ടാവും, ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും ഒന്നും അറിയാത്ത പോലെ ഇവർ ഭാവിക്കുകയാണ്. നമ്മുടെ ഭാഷ അല്ലാത്തടത്ത്, നമുക്ക് അർത്ഥം ലഭിക്കാത്ത കാര്യത്തിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ ഈ 146 കോടി ആളുകളുടെ മേത്ത് അറിയാത്ത എന്തോ ഒരു പുലിയാട്ട് അടിച്ചേൽപ്പിക്കണം? അപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇങ്ങനെയുള്ളതെന്ന് വിചാരിച്ചു. ഈ ലോ എവിടെയാ? ലോ എന്ന് പറയുന്നത് എന്താ? ലോ എന്ന് പറയുന്നത് കള്ളത്തെമ്മാടി, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടി ആയിട്ടുള്ള മെക്കോളെ എന്ന് പറഞ്ഞ തെമ്മാടി 1860 അതായത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1860 1860 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ആകെ കൂടിയുള്ള ഒരേ ഒരു സ്വാതന്ത്ര്യ സമരം, അതായത് 1856 അത് ഈ തെമ്മാടികളായിട്ടുള്ള കൊള്ളക്കാരെ അടിച്ചമർത്തിയതിനു ശേഷം 56, 57, 58 കൂടി അതൊക്കെ അടിച്ചമർത്തി എല്ലാത്തിനെയും നശിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരം ഒരെണ്ണേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. രണ്ടാം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സമരമല്ല. സമരം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. യുദ്ധം എവിടെ ഉണ്ടായിട്ടുള്ളത്? ഗാന്ധി വന്നിട്ട് ഇവിടെ ചെയ്തു എന്ന് പറയുന്നത് യുദ്ധമല്ലല്ലോ, അടികൊള്ളിക്കില്ല, ആളുകളെ കൊല്ലുക, ആളുകളെ ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരാൽ അടിച്ച് പീഡനം ഏൽപ്പിച്ച് എല്ലാവരും സഹിക്കുക. അഹിംസയൊന്നും അല്ലാതെ. അഹിംസ എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷയ്ക്കുള്ളതാണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം ഇത് സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വെറുതെ പേര് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരം അങ്ങനെ സമരമല്ലേ. രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതില്ല. ആ കൂടി ഒരേ ഒരു സ്വാതന്ത്ര്യ സമരം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1856 നടന്നു. അതിനുശേഷം 57, 58 എല്ലാവരെയും അടിച്ച് കൊന്ന് ഒതുക്കി ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ 60 ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങൾ 1860 മെക്കോളെ എന്ന് പറഞ്ഞ തെമ്മാടി ഭാരതത്തിനെ നശിപ്പിക്കണമെന്ന് കരുതി കൂട്ടി കണക്കാക്കി ഇടക്കേഷന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ള കള്ളനും തെമ്മാടിയുമായ മെക്കോളെ എന്ന് പറഞ്ഞത് ആ തെമ്മാടി 1860 എഴുതിയുണ്ടാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്, IPC ഇന്ത്യൻ പീനൽ കോഡ്. 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആ തെമ്മാടി തന്നെ ഉണ്ടാക്കിയതാണ് CRPC ക്രിമിനൽ പീനൽ കോഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷിലാണ്. ഇവിടുത്തെ ലോ, IPC, CRPC, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഇംഗ്ലീഷ് കള്ളന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഭാരതീയരെ കൊള്ളടിക്കാൻ, ഭാരതീയരെ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താണി തെമ്മാടിത്തങ്ങളാണ്. ഭാരതീയർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 146 കോടി ജനതയ്ക്ക് അറിയാത്ത ഒരു പുലിയാട്ടിൽ എന്തോ എഴുതിയിട്ട് അതിൽ തൊള്ള തോന്നിയ പോലെ എക്സ്പ്ലനേഷൻ, വിശദീകരണമല്ല, തൊള്ള തോന്നിയത് പറയും. എനിക്കിപ്പോൾ തോന്നി ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് തോന്നിയാൽ എനിക്ക് അങ്ങനെ പറയാം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. മറ്റേതാണെന്ന് തോന്നിയാൽ എനിക്ക് മറ്റേതാണെന്ന് പറയാം, എനിക്ക് എന്തും പറയാം. അങ്ങനെയുള്ളൊരു തട്ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ടതല്ലേ? നിങ്ങൾ ആലോചിക്കുക, നമ്മളെവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ട് കുറേ ആളുകളെ, ഒരു 20 MP ഇവിടെ നിന്ന് നമ്മൾ പാർലമെൻറ്റിലേക്ക് അയക്കുന്നുണ്ട്. 500 ജില്ലാ 600 അടുത്തിട്ടുള്ള MP മൊത്തം ഭാരതത്തിൽ നിന്ന് വരുന്നുണ്ട്. മൊത്തം ഭാരതം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിൽ പെടില്ല. ശരിക്കും ഭാരതം അതിൽ പെടുന്നതാണ്, നേപ്പാളും അതിൽ പെടുന്നതാണ് ഭാരതത്തിൽ. അവരൊന്നും പെടില്ല. നമ്മൾ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറയപ്പെടുന്ന ഭാരതത്തിൽ അതിൽ നിന്ന് ഒരു 600 താഴെ MP മെമ്പർ ഓഫ് പാർലമെൻറ്റ്സ്, അതും ഇംഗ്ലീഷാണ്. പാർലമെൻറ്റ് അതിലേക്ക് പറഞ്ഞേക്കുന്നു. നമ്മുടെ ഇവിടുത്തെ നിയമസഭ അല്ലാതെ അസംബ്ലിയാണ്. അസംബ്ലിയുടെ സ്പെല്ലിങ് നിങ്ങൾ നോക്കുമോ? ASS എന്നാണ് ആദ്യം വരുന്നത്. ഇത് ഇവിടെയുള്ള കഴുതകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആസ് എന്ന് പറഞ്ഞ കഴുതയാണ്, അത് ഇവർക്ക് മനസ്സിലാവുമോ? അസംബ്ലിയാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ കഴുതകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നിയമസഭയൊന്നുമല്ല. നിയമസഭ എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ ഉത്തമമായ അറിവുള്ളവരുടെ ഒരു സംഘത്തെയാണ് സഭ എന്ന് പറയുന്നത്. അറിവുള്ളവരുടെയാണ് സഭ. അറിവില്ലാത്തവർക്ക് സഭയില്ല, അതൊരു കൂട്ടാണ്. കൊള്ള സംഘമില്ല. സംഘം എന്ന് പറഞ്ഞാൽ അതിൽ കൂട്ടം എന്നുള്ള അർത്ഥമല്ലേ വരുന്നേ. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിവുള്ളവരുടെ സഭ, അല്ലെങ്കിൽ ഒരു എണ്ണ കൂടുതലുള്ള, അതായത് അതിനെയാണ് അറിവുള്ളവരുടെയാണ് സഭയും സംഘവും ഒക്കെ വരുന്നത്. ഇത് കൂട്ടത്തെ തിരഞ്ഞെടുക്കുന്നു. ഇവരെ പേരും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികൾ കൊടുത്തിട്ടുള്ള അസംബ്ലി. അസംബ്ലി നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ കൊണ്ടുപോകില്ലേ? അസംബ്ലി, ഈസ് ഇറ്റ് ആൻ അസംബിൾ ഓഫ് ആസസ്?
കഴുതകളുടെ കൂട്ടമാണോ? അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം അതല്ല. ഇംഗ്ലീഷും മലയാളവും ഒന്നല്ല, ഇംഗ്ലീഷും ഭാരതീയ ഭാഷയും ഒന്നല്ല, അതിനർത്ഥമില്ല. അത് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ 140 പേരോ എത്ര പേര് നമ്മുടെ MLA എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അസംബ്ലിയിൽ. പാർലമെന്റ് എന്ന PARLI ആണ് പറഞ്ഞത്. LI എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ലൈ എന്നാണ് വീണ്ടും വരുന്നത്. പിന്നെ A വരുന്നത്. LI എന്ന് പറഞ്ഞാലും LIE എന്ന് പറഞ്ഞാലും ലൈ എന്നാണ് ഉച്ചാരണം വരുന്നത്. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണമല്ല, പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ഇത്ര ആളുകളെ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും പറഞ്ഞേക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവര്? കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് CPC, IPC, CRPC ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇവർ ലോസ് ഉണ്ടാക്കുന്നു. ഏത് ലാംഗ്വേജിലാണ് അവരുണ്ടാക്കുന്നത്? ലോസ് ഉണ്ടാക്കുന്നത് അമെൻമെന്റ് നടത്തുന്നത്. എന്താ നടത്തുന്നത്? അമെൻമെന്റ്, ഭേദഗതി നമ്മളിവിടെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അമെൻമെന്റ് ആണ് അവർ നടത്തുന്നത്. എന്ത് തേങ്ങക്കൊലയാണ് അവർ നടത്തുന്നത്? ഇവർ അമെൻമെന്റ് നടത്തുന്നു, പറയുന്നു. കുറെ അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു കാര്യം നേരിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ എന്ത് അമെൻമെന്റ് ആണ് ഇവർ നടത്തുന്നത്? എന്ത് തേങ്ങാക്കൊല ഇവർ നടത്തുന്നത് അവിടെ ഇരുന്നിട്ട്? ഇംഗ്ലീഷ് അറിയില്ല. അത് നിങ്ങൾക്ക് ഇവിടെ ഉള്ള അസംബ്ലിയിലുള്ള ആളുകൾ, ഈ പാർലമെന്റിലുള്ള ആളുകളൊക്കെ നിങ്ങൾ എത്രയോ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാത്തവന്മാർ ലോ ഉണ്ടാക്കുകയാണ് ഇത്രേ. ഏതില്? ഇംഗ്ലീഷിൽ. ആരുണ്ടാക്കണപ്പോൾ ഇവിടെ ലോ എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറയുന്നു. നിങ്ങളിവിടെ കോർട്ടുകൾ നോക്കുക. കോർട്ടിലെ ലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എത്ര പേര് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്? എന്തുകൊണ്ടാണ് ജഡ്ജസിന് തീരുമാനങ്ങൾ എടുക്കാൻ നേരം വൈകുന്നത്? കോർട്ട് കേസസ് എന്തുകൊണ്ട് മാറ്റിവെക്കപ്പെടുന്നു? കാരണം ഓരോ ആളുടെയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ, ഫോറിൻ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലാംഗ്വേജിൻ്റെ അറിവ് എന്ന് പറയുന്നത് വേറെ വേറെയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ചെറിയൊരു എന്താ പറയുക മജിസ്ട്രേറ്റ് കോർട്ടിൽ പോവുക. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെയും ഡിസ്ട്രിക്ട് കോർട്ടിലിരിക്കുന്ന ജഡ്ജിൻ്റെയും ഹൈക്കോർട്ടിലിരിക്കുന്ന ജഡ്ജിൻ്റെയും സുപ്രീം കോർട്ടിലിരിക്കുന്ന ജഡ്ജിൻ്റെയും ഒക്കെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ധാരണകൾ വെവ്വേറെയാണ്. അവർക്ക് ഒരു കാര്യം വായിക്കുമ്പോൾ പല ആശയങ്ങളാണ് വരുന്നത്. അവർക്ക് തോന്നുന്നത് ആ നേരത്തെ എന്ത് തോന്നുന്നോ, ഇംഗ്ലീഷിൽ കുറിച്ച് എന്ത് തോന്നുന്നോ അതാണ് അവർക്ക് ആ നേരത്തെ വരുന്നത്. ഇതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡിക്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെഷൻസിലെത്തി, അല്ലെങ്കിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അവിടുന്ന് ഡിസ്ട്രിക്ട് കോർട്ടിലെത്തി, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെത്തി. അപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ടിലെത്തിയപ്പോൾ വേറൊരെണ്ണായി, ഹൈക്കോർട്ടിലെത്തിയപ്പോൾ. അതുകൊണ്ടാണ് ഈ കോർട്ടിൽ കേസ് 4.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഭാരതഭൂമിയിൽ 1% താഴെ ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും കുറച്ച്, അതും ഹി, ഹു, ഈ എന്നൊക്കെ വെച്ച് പറയുന്നവർ ഇംഗ്ലീഷ് അറിയുന്നവരുടെ കണക്കൂട്ടിയാണ്. 1% പോലും ആളുകൾക്ക് ഭാരതത്തിൽ ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ തോന്നുന്ന പോലെ ഇവിടെ നശിപ്പിച്ചിട്ടാണ് ഇംഗ്ലീഷ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇംഗ്ലീഷ് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രോമിസ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. എന്താ ഈ പ്രോമിസ്? പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻഡഡ് ടുവേർഡ്സ് എന്നാ. സ്ലാൻഡഡ് ടുവേർഡ്സ് പ്രോ. മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സാക്കാനുള്ള സാധ്യത ഉണ്ടെന്നർത്ഥം. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നേരെ ചൊവ്വേ ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കണം. അപ്പോൾ പക്ഷെ ഇവിടെ പറഞ്ഞു പിടിപ്പിച്ചത് എന്താണ്? പ്രാമേസ്. എന്തിനാ പ്രാമേസ്? പ്രാമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പ് നൽകലാണ്. നിങ്ങൾ ഈ പൊളൈറ്റീഷ്യൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രോമിസസ് ഏതെങ്കിലും ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? നടപ്പാക്കാൻ കണ്ടിട്ടുണ്ടോ? നടത്തില്ല, നടക്കാൻ പറ്റില്ല. അത് പ്രോമിസായിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് ഇറ്റ് ഈസ് പ്രോമിസ്. ഇംഗ്ലീഷുകാരനതറിയാം. അതുകൊണ്ട് അവരുടെ അവിടെ നിങ്ങൾ ഇലക്ഷനിൽ നോക്കുമോ, അവരെന്തെങ്കിലും പ്രോമിസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. അവർ പ്രോമിസ് ചെയ്യില്ല. നമ്മുടെ ഇവിടെയുള്ള പൊളൈറ്റീഷ്യൻസും അസംബ്ലിയിലിരിക്കുന്ന ആളുകളും പാർലമെൻറ്റിലിരിക്കുന്ന ആളുകളും പ്രോമിസ് ചെയ്യും, അത് ചെയ്യൂല, കക്കുകയും ചെയ്യും. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? ലോ എന്ന് പറയുന്ന പറഞ്ഞത് ഉണ്ടാക്കുന്ന ആളുകൾക്കോ അത് നടപ്പാക്കുന്ന ആളുകൾക്കോ ഇംഗ്ലീഷ് അറിയില്ല. നിങ്ങൾ പഞ്ചായത്ത് മുതൽ മുകളിലേക്ക് നോക്കിക്കോളോ. Would they be able to just read and understand what is written in the paper, ink?
ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള എന്തെങ്കിലും ഒരു തേങ്ങാക്കൊല അവർക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പം തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ? ഒരുപക്ഷെ മുത്തപ്പനായിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് പറ്റുണ്ടാവും. അത് അവർ കുറേ പ്രാവശ്യം കേട്ട് പക്ഷെ അത് കൃത്യമാവണമെന്നില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ നുണകളുടെ ഒരു കൂട്ടാണ്. ഇന്ന് പറഞ്ഞല്ല നാളെ, ഇന്ന് പറഞ്ഞ തന്തയല്ല നാളെ തന്ത മാറി. അവർക്ക് തന്ത മാറ്റം വരാം, കാരണം അവർക്ക് സംസ്കാരം സംസ്കൃതി ഒന്നും ഇല്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ അസംബ്ലി കളിക്കുന്നതും പാർലമെന്റ് കളിക്കുന്നതും ലോസ് ഉണ്ടാക്കി കളിക്കുന്നതും അമെൻഡ്മെന്റുകൾ കൊണ്ടുവരുന്നതും IPC ഉണ്ടാക്കുന്നതും CRPC ഉണ്ടാക്കുന്നതും അവരുണ്ടാക്കി വെച്ചതിൻ്റെ തുടർച്ചകൾ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മളുടെ മീത്ത് അടിച്ചേൽപ്പിക്കുന്നതും. ഇവർ പറയും ഇത് ഇത്ര നിങ്ങൾക്ക് ടാക്സ് കൂട്ടി. എന്താ ടാക്സ്? നമ്മളോട് പറഞ്ഞു നികുതിയാണെന്ന്. നികുതിയല്ല ടാക്സ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടാക്സിങ് പീപ്പിൾ. നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്ക്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. ടാക്സ് മീൻസ് ഇറ്റ്സ് ടാക്സിങ്. ഇറ്റ്സ് ടാക്സിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേക്കിംഗ് പീപ്പിൾ സഫർ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനെയാണ് ടാക്സിങ് എന്ന് പറയുക. ടാക്സിങ് എന്ന് നിങ്ങൾ നോക്ക്. നികുതി അതല്ല. നികുതി എന്ന് പറഞ്ഞാൽ ഭാരത ഭാഷയിൽ അർത്ഥമുള്ളതാണ്. നീ കുതി, അതായത് നീ കുതിക്ക്, നീ കുതിച്ചിട്ട് അതൊന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നമ്മുടെ നാടിന് വേണ്ടി കൊടുക്ക്. അതാണ് നീ കുതി. ഇതല്ല. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സ് എന്ന് പറയുന്ന ഒരു സൗണ്ട് അതിൽ കിടക്കുന്നുണ്ട്. ആക്സ് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? വെട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുതിക്കുന്നവന്റെ കാല് വെട്ടിക്കളയാണ് ടാക്സ് കൊണ്ട്. അവന് കുതിക്കാൻ പറ്റില്ല. ഭാരതത്തിലെ നീ കുതി എന്ന് പറയുമ്പോൾ ടാക്സ് എന്ന് പറയുമ്പോൾ കാല വെട്ടാണ്. കുതിക്കുന്നവന്റെ കാല് വെട്ടുക. എന്നിട്ട് അവന് വികലാംഗ പെൻഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ പോരെ. ഒന്നും ചെയ്യാൻ അവനെ സംഭവിക്കരുത്. അവന് വികലാംഗ പെൻഷൻ കൊടുക്കാം. വളരെ ഭീകരമായിട്ടൊരവസ്ഥയാണ്. നിങ്ങൾ ആ 4 ആളുകളോട് നിങ്ങൾ ചോദിക്കേ, ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും ഭാരതീയ ഭാഷയും അർത്ഥത്തിൽ ഒന്നാണോ? അർത്ഥത്തിൽ ഒന്നല്ല. അർത്ഥത്തിൽ ഒന്നാണെങ്കിൽ നിങ്ങളിവിടെ സ്വർണം എന്ന് പറയുന്നത് നിങ്ങൾ ലണ്ടനിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഏതെങ്കിലും തേങ്ങയുടെ വീട്ടിലേക്ക് കള്ളന്മാരുടെ അവിടെ പോയിട്ട് നിങ്ങൾ സ്വർണം എന്ന് പറഞ്ഞാൽ അവർ സ്വർണം നിങ്ങൾക്ക് എടുത്തു തരുമോ? വൈദ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈദ്യന്മാരവിടെ കാണാൻ സാധിക്കുമോ? ഒന്നും സാധിക്കില്ല. ഇവിടെ പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് മലയാള ദേശത്ത് മാത്രമല്ല ഈ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. എന്ത് പഞ്ചസാര? ഷുഗർ എന്ന് ബാക്കിയുള്ളിടത്തൊക്കെ ഷുഗറാണ്. ഇവിടെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുടെ സത്തിനെയാണ് പഞ്ചസാര എന്ന് പറയുന്നത്. ഇവിടെ കരിമ്പെന്ന് എടുക്കുന്നതിനെയാണ് പഞ്ചസാര എന്ന് പറയുന്നത്. നിങ്ങളിപ്പോഴൊന്ന് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ നിങ്ങൾ പോയി നോക്ക്, അവർ ഇവിടെ പഞ്ചസാര എന്ന് പറയുന്നുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പം മലയാളമോ ഭാരതീയ ഭാഷയോ മലയാളം അടക്കമുള്ള ഭാരതീയ ഭാഷയിലോ അർത്ഥമുള്ളതൊന്നും ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷിൽ അവർ പറയുന്നത് അപ്പപ്പോൾ തോന്നിയവനെ അപ്പാന്ന് വിളിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഭീകരമായൊരു സത്യമാണ്. ഭീകരമായൊരു സത്യമല്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണിത്. ഇത് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റനിയർ 1950 മുതൽ. മരുന്ന് പറഞ്ഞാൽ മെഡിസിൻ അല്ല, വൈദ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറല്ല. അങ്ങനെ ഒരു അർത്ഥമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫല്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ LI വന്നു കഴിഞ്ഞാൽ ഉടനെ ലൈയാണ് അവർക്ക് ആദ്യം. അവർക്ക് അസത്യമാണ്. നമുക്ക് ജീവിതം അസത്യമല്ല. നമുക്ക് ജീവിതം അസത്യമല്ല, യാഥാർത്ഥ്യമാണ്. ആ ജീവിതമാണ് നമ്മൾ ഈ കള്ളന്മാർക്ക് വേണ്ടി തുലച്ചു കളയണത്. അപ്പോൾ അർത്ഥവത്തായ കാര്യങ്ങളിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയും അർത്ഥവത്തായ കാര്യങ്ങൾ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് നമ്മളുടെ സ്വന്തം ബന്ധുക്കൾ, സ്വന്തം മക്കൾ, സ്വന്തം ആളുകൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, ഈ ക്രമത്തിൽ ബാക്കി ഈ എല്ലാവരിലേക്കും ഈ സന്ദേശം, അതായത് നമ്മളെ ഇംഗ്ലീഷ് ക്വസ്റ്റനിയർ 1950 മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ യാഥാർത്ഥ്യം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്പാൻ പാടില്ലാത്തതാണ് എന്നുള്ളതും മനസ്സിലാക്കിപ്പിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഒത്തൊരുമിച്ച് നമ്മളെ ഇനിയും നമ്മളെ കള്ളന്മാരാൽ പറ്റിക്കപ്പെടാതിരിക്കാൻ
എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ നമ്മളുടെ ജീവിതം, നമ്മളുടെ മക്കളുടെ ജീവിതം, നമ്മളുടെ സുഹൃത്തുക്കളുടെ ജീവിതം, നമ്മുടെ ബന്ധുക്കളുടെ ജീവിതം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പരിചയക്കാരുടെ ജീവിതം കോഞ്ഞാട്ടയാവാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിൽക്കണം. എല്ലാവരിലേക്ക് ഇത് സന്ദേശം എത്തിക്കുക. ഇത് ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് സത്യമേവ ജയതേ എന്ന് പറയുന്ന സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ഈശ്വരൻ നൽകട്ടെ. ജോൺസൺ സ്റ്റാക്കറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ പുതിയൊരു ഭാഗവുമായി വീണ്ടും കാണാം. അതിപ്രധാനമായിട്ടുള്ളൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.